ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. നമ്മുടെ ലേണേഴ്സ് ചോദ്യാവലിയിലെ 30ാമത്തെ ലെവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 29 ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അത് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ 1 മുതൽ 29 വരെയുള്ള ലേണേഴ്സ് ലെവലുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 30ാമത്തെ ലെവലിലെ ഒരു മോട്ടോർ സൈക്കിൾ യാത്രക്കാരൻ നിങ്ങളെ വെട്ടിച്ച് മറികടന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: ഹോൺ മുഴക്കണം, വേഗത വർദ്ധിപ്പിക്കണം, വേഗത കുറച്ച് സുരക്ഷിതമായ അകലം സൂക്ഷിക്കണം, നിങ്ങളുടെ ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യണം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. നിങ്ങളുടെ വാഹനം സിഗ്നൽ ഇല്ലാത്ത ഒരു കവലയിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ കാറിന് മുന്നിൽ ആളുകൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻസ്: വേഗത കുറയ്ക്കാതെ ഡ്രൈവിംഗ് തുടരുക, വേഗത കുറയ്ക്കുക, നിർത്തി കാൽനടയാത്രക്കാരെ കടത്തിവിടുക, ഹോൺ മുഴക്കുക. ഞാനിപ്പോൾ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ഒരു ഗസ് ചെയ്യുക. അല്ലെങ്കിൽ ആൻസർ അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ ആൻസർ മനസ്സിൽ പറയുക. അപ്പോൾ ആൻസറുമായിട്ട് ഒത്തു നോക്കിയാൽ നിങ്ങളുടെ ശരിയാണെങ്കിൽ നിങ്ങൾക്കൊരു പോയിൻ്റ് ലഭിച്ചു. അങ്ങനെ ഞാനിപ്പോൾ 20 ചോദ്യം ചോദിക്കുമ്പോഴും 20 ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. 20ൽ എത്രയാണെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക? ഒന്നുകൂടെ ട്രൈ ചെയ്യുക. അപ്പോൾ അതിലെത്ര മാർക്ക് ലഭിച്ചു എന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ നല്ലൊരു 80% മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം ഉണ്ടാവും. കാരണം റിപ്പീറ്റ് നമ്മൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ശരിയായവർ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അങ്ങനെ 20 വരെ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ വാഹനം സിഗ്നൽ ഇല്ലാത്തൊരു കവലയിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ കാറിന് മുന്നിൽ ആളുകൾ ക്രോസ് ചെയ്യുന്നു. എന്താണ് ചെയ്യേണ്ടത്? വേഗത കുറയ്ക്കാതെ ഡ്രൈവിംഗ് തുടരുക, വേഗത കുറയ്ക്കുക, നിർത്തി കാൽനടയാത്രക്കാരെ കടത്തിവിടുക, ഹോൺ മുഴക്കുക. ഈ ഓപ്ഷനിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ശരി. 3. നിങ്ങളൊരു യു ടേൺ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ട്രാഫിക് ലൈറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കവലയിൽ ഒരു പോലീസുകാരനുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ട്രാഫിക് ലൈറ്റ് ഇല്ലാത്ത മറ്റൊരു കവലയിലേക്ക് ഡ്രൈവ് ചെയ്യുക, ട്രാഫിക് ലൈറ്റ് പച്ചയാകുന്നത് വരെ യു ടേണിന് കാത്തിരിക്കുക, കവലയിൽ ഒരു പോലീസുകാരനുണ്ടെങ്കിൽ യു ടേൺ എടുക്കാം, യു ടേൺ ചെയ്യുന്നത് ഒഴിവാക്കുക. യു ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് ട്രാഫിക് ലൈറ്റ് പച്ചയാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അതാണ് ആൻസർ. അപ്പോൾ യു ടേൺ വളവെന്നൊന്നും നിങ്ങൾ യു ടേൺ എടുക്കാൻ പാടില്ല. കാരണം വളവിൻ്റെ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കൊക്കെ യു ടേൺ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? വളവെന്ന് വരുന്ന വണ്ടികൾക്ക് കാണാൻ കഴിയില്ല. 4. നിങ്ങളൊരു വളവിലൂടെ വാഹനം ഓടിക്കുമ്പോൾ റോഡിൽ കുറച്ച് അയഞ്ഞ ചരൽ കല്ലുകൾ കാണുന്നു. ഈ സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത്? വളവിലൂടെയാണ്. ഓപ്ഷൻസ്: കണ്ണാടികൾ പരിശോധിച്ച് പാത മാറ്റുക, ചരലിന് മുകളിലൂടെ കഴിയുന്നത്ര വേഗത്തിൽ ഓടിക്കുക, വേഗത കുറച്ച് മുന്നോട്ട് പോകുക, വാഹനം നിർത്തുക. വേഗത കുറച്ച് മുന്നോട്ട് പോകുക. ചരലിൽ നിന്നൊക്കെ നിങ്ങൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേഗത കുറച്ചിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. പെട്ടെന്ന് അവിടെ നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ചരലിൽ നിന്ന് സ്കിഡാവാനുള്ള സാധ്യത കൂടുതലാണ്. 5. നിങ്ങൾ മുന്നിലുള്ള കാറിനെ മറികടക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ വലത് സിഗ്നൽ മിന്നുന്നതായി കണ്ടാൽ എന്ത് ചെയ്യണം? വലത് സിഗ്നൽ എന്തിനാണ് ഇടുന്നത്? അവർക്ക് റൈറ്റ് ടേൺ ആണല്ലേ. വാഹനം വേഗത കൂട്ടി എത്രയും പെട്ടെന്ന് മറികടക്കാൻ ശ്രമിക്കുക. അവർ ഓൾറെഡി സിഗ്നൽ ഇട്ടു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഉടനെ ബ്രേക്ക് ചവിട്ടി വാഹനം നിർത്തുക. നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്ത് വേഗത്തിൽ മറികടക്കുക. നിങ്ങളുടെ കണ്ണാടി പരിശോധിച്ച് കാറിൻ്റെ പുറകിലേക്ക് നീങ്ങുക. നിങ്ങളുടെ കണ്ണാടി പരിശോധിച്ചിട്ട് കാറിൻ്റെ പുറകിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. പെട്ടെന്ന് നീങ്ങാൻ പാടില്ല. പുറകിൽ വണ്ടി ഉണ്ടോ എന്നൊക്കെ നോക്കണം. പിന്നെ ഇവർ ഓൾറെഡി റൈറ്റ് സിഗ്നൽ ഇട്ടു. അപ്പോൾ മറികടക്കാൻ അവർ റൈറ്റ് സിഗ്നൽ ഇടുന്നത് എവിടെ നിന്നാണ്? റോഡിൻ്റെ സെൻറ്ററിൽ വന്നിട്ടാണ് നമ്മൾ റൈറ്റ് സിഗ്നൽ ഇടേണ്ടത്. കുറച്ച് ദൂരെ നിന്ന് വന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോഴേക്കും റൈറ്റ് സിഗ്നൽ ഇട്ടിരിക്കണം. അപ്പോൾ റൈറ്റ് സിഗ്നൽ നമ്മൾ റോഡിൻ്റെ സെൻറ്ററിൽ റൈറ്റ് സിഗ്നൽ വിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അവർക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ വലത്തു നിന്ന് വാഹനം വരുന്നില്ല എന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ സെൻറ്ററിൽ നിന്ന് റൈറ്റിലേക്ക് നിങ്ങൾ ടേൺ എടുക്കാൻ പാടുള്ളൂ. ആ ഒരു വാഹനം കടന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് ടേൺ എടുക്കാം. 6ാമത്തെ ചോദ്യം, റോഡിൻ്റെ മധ്യഭാഗത്തുള്ള തുടർച്ചയായ മഞ്ഞ വര, വെള്ളയോ ആയ വര നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിൽ മുറിച്ച് കടക്കാൻ പറ്റും? ഓപ്ഷൻസ്: നിങ്ങൾക്ക് സുരക്ഷിതമാണെന്ന് തോന്നുമ്പോഴെല്ലാം അങ്ങനെ ചെയ്യാം. എതിർദിശയിൽ നിന്ന് വാഹനം ഗതാഗതം ഇല്ലാത്തപ്പോൾ ഒരു സാഹചര്യത്തിലും അനുവദനീയമല്ല. മുകളിൽ പറഞ്ഞവയെല്ലാം. തുടർച്ചയായ വെള്ളയോ മഞ്ഞയോ ആയ വര നിങ്ങൾക്കൊരു സാഹചര്യത്തിലും മുറിച്ച് കടക്കാനുള്ള അനുവാദമില്ല. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, വെറും വരകൾ മാത്രമുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 7ാമത്തെ ചോദ്യം, റോഡിൻ്റെ നടുവിലുള്ള തുടർച്ചയായ 2 മഞ്ഞ വരകൾ എന്ത് സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഓവർടേക്ക് അനുവദിച്ചിട്ടുണ്ട്, ഓവർടേക്ക് മാത്രം അനുവദനീയമല്ല, ഓവർടേക്കിങ്ങും വലത്തേക്ക് തിരിയുന്നതും അനുവദനീയമല്ല, ഓവർടേക്ക് അനുവദനീയമല്ല പക്ഷെ വലത്തേക്ക് തിരിയാൻ അനുവാദമുണ്ട്. ഒന്നിനും അനുവാദമില്ല. തുടർച്ചയായ മഞ്ഞ വര, അതുമാത്രമല്ല ഇവിടെ തുടർച്ചയായ 2 മഞ്ഞ വരകൾ ഉണ്ട് താനും. 8. ട്രാഫിക് സിഗ്നൽ നിയന്ത്രിക്കുന്ന ഒരു കാൽനട ക്രോസിങ്ങിനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കായി സിഗ്നൽ പച്ചയായി മാറി, എന്നാൽ കാൽനട യാത്രക്കാർ ഇപ്പോഴും കടന്നു പോകുന്നു. എന്ത് ചെയ്യണം? വേഗത കുറയ്ക്കുക, കാൽനട യാത്രക്കാർക്ക് വഴി നൽകുക. സിഗ്നൽ നിങ്ങൾക്ക് അനുകൂലമായതിനാൽ വേഗത കൂട്ടുക, എന്നാൽ കാൽനട യാത്രക്കാരെ ശ്രദ്ധിക്കുക. ഹെഡ്ലൈറ്റ് ഫ്ലാഷ് ചെയ്ത് കാൽനട യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി പോകുക. ഇതിൻ്റെ ഉത്തരം എന്താണ്? കാൽനട യാത്രക്കാർക്ക് വഴി നൽകണം. കാരണം അതിൽ ചിലപ്പോൾ പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് സ്ലോ ആയിട്ടാണ് എന്ത് ചെയ്യുക, നടക്കുക. അതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നൽ കിട്ടിയെങ്കിലും നിങ്ങളവിടെ സീബ്ര ക്രോസിലാണെങ്കിൽ അത് സീബ്ര ക്രോസ് എംറ്റി ആയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. 9. ഇൻ്റർസെക്ഷനിൽ മിന്നുന്ന ചുവന്ന ലൈറ്റ് എന്താണ് അർത്ഥം? ഓപ്ഷൻസ്: നിങ്ങൾ വേഗത കുറയ്ക്കുക, കൂടുതൽ ജാഗ്രതയോടെ ഡ്രൈവ് ചെയ്യുക. നിങ്ങൾ വേഗത കുറയ്ക്കുക, ഇടത്തോട്ടോ വലത്തോട്ടോ വരുന്ന വാഹനങ്ങൾക്ക് ശരിയായി വഴി നൽകുക. സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല, ആയതിനാൽ നിങ്ങൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക. വാഹനങ്ങൾ നിർത്തി മുൻഗണനാക്രമത്തിൽ വാഹനങ്ങൾക്ക് വഴി നൽകുക, മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുൻഗണനാക്രമത്തിൽ വാഹനങ്ങൾക്ക് വഴി നൽകണം. ഇപ്പോൾ ഇൻ്റർസെക്ഷനിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 4-വേ ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങളവിടെ വാഹനം നിർത്തിയിട്ട് വലത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക്, അവിടെ മുൻഗണനയുള്ള വാഹനങ്ങൾക്ക് നിങ്ങൾ വഴി കൊടുക്കണം. പിന്നെ നിങ്ങളിപ്പോൾ ചിലരൊക്കെ ലേണേഴ്സ് കിട്ടുന്നതിന് മുമ്പ് ഗ്രൗണ്ട് പ്രാക്ടീസ് അല്ലാതെ ചെറിയ നമ്മുടെ സ്വകാര്യ വീടിനടുത്തുള്ള ചെറിയ വാഹനങ്ങളൊന്നും ഗതാഗതമൊന്നും അങ്ങനെ ഇല്ലാത്ത റോഡിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടാവില്ല. എന്നാൽ ലേണേഴ്സൊക്കെ കിട്ടിയ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുടെ കൂടെ നമ്മൾ ഇറങ്ങുമല്ലോ പഠിക്കാനായിട്ട്, റോഡിലേക്ക് ഇറങ്ങുമല്ലോ, മെയിൻ റോഡിലേക്കൊക്കെ. ആ സമയത്താണ് ഓരോ ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടാകുക. ഇപ്പോൾ ഒരു ദിവസം പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇറങ്ങാനുണ്ടാവും. ഇറങ്ങുമ്പോൾ തന്നെ മെയിൻ റോഡുള്ള ഒരു അവസ്ഥയുണ്ടാവും. പിന്നെ കയറ്റം കയറുമ്പോൾ തന്നെ ഒരു വളവുണ്ടാവും. അതൊക്കെ നമ്മൾക്ക് ഓരോ പാഠങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും. ഓരോ ദിവസം പോകുന്തോറും ഇങ്ങനെ ഉണ്ടാവും. 10. നിങ്ങളൊരു കവലയെ സമീപിക്കുമ്പോൾ പച്ച സിഗ്നൽ മാറി ആംബർ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം കടന്നു പോകുക, സാവധാനം കടന്നു പോകുക. നിങ്ങൾ സ്റ്റോപ്പ് ലൈൻ മറികടന്നിട്ടുണ്ടെങ്കിൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലൈനിന് മുമ്പായി നിർത്തുക. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 11. നിങ്ങളൊരു കവലയിലെ സ്റ്റോപ്പ് ലൈനിലേക്ക് അടുക്കുമ്പോൾ ട്രാഫിക് ലൈറ്റ് പച്ച സിഗ്നലായി മാറി ആംബർ ആയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോകാൻ തയ്യാറെടുക്കുക, വഴി തടസ്സമില്ലെങ്കിൽ പോകുക, കാൽനട യാത്രക്കാർ കടന്നു പോകുന്നില്ലെങ്കിൽ പോകുക, സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റോപ്പ് ലൈനിന് മുമ്പ് നിർത്താൻ തയ്യാറാകുക. 12. ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ വാഹനം നിർത്താൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് ഹാൻഡ് സിഗ്നൽ നൽകേണ്ടത്? വാഹനം നിർത്തുമ്പോൾ വലത് കൈ ഹൊറിസോണ്ടലായി പിടിച്ചുകൊണ്ട് കൈപ്പത്തി താഴേക്ക് നീട്ടുക. വലത് കൈ പുറത്തേക്ക് നീട്ടി കൈപ്പത്തി ലംബമായി മുന്നോട്ട് പിടിക്കുക. വലത് കൈ നീട്ടി വൃത്താകൃതിയിൽ കറക്കുക. മുകളിൽ കൊടുത്തിരിക്കുന്നതും ശരിയല്ല. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് സിഗ്നൽസ്, ട്രാഫിക് ഹാൻഡ് സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ട്.
13. മിന്നുന്ന ആംബർ ട്രാഫിക് ലൈറ്റുള്ള ഒരു കവലയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് മുൻകരുതലാണ് സ്വീകരിക്കേണ്ടത്? ഓപ്ഷൻസ്: വേഗത കുറയ്ക്കുക, ജാഗ്രതയോടെ മുന്നോട്ട് പോകുക, സാധ്യമെങ്കിൽ സുരക്ഷിതമായി നിർത്തുക, അതേ വേഗതയിൽ തുടരുക, സിഗ്നൽ കടന്ന് തിരക്കിട്ട് പോകുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. നിങ്ങളുടെ വാഹനം റോഡിൽ തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റു റോഡ് ഉപയോക്താക്കൾക്കായി ചുറ്റും പരിശോധിക്കണം, സാധ്യമെങ്കിൽ വേറൊരു പാത ഉപയോഗിക്കണം, നിങ്ങളുടെ കൈ മുഴുവൻ ഹാൻഡ് ബ്രേക്കിൽ വെക്കണം, നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഓണാക്കണം. വാഹനം തിരിക്കുമ്പോൾ മറ്റു റോഡ് ഉപയോക്താക്കളെ ചുറ്റും പരിശോധിക്കണം, ലെഫ്റ്റൊന്നും റൈറ്റൊന്നും വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. 15. നിർത്തുന്നതിന് മുമ്പ് ഇനി പറയുന്നവയിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഹോൺ മുഴക്കുക, കണ്ണാടികൾ ഉപയോഗിക്കുക, ഉയർന്ന ഗിയർ തിരഞ്ഞെടുക്കുക, നിങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുക. കണ്ണാടികൾ ഉപയോഗിക്കുക. പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ പുറകിൽ നിന്ന് റോഡിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പോകുന്നതിന് മുമ്പ് ചുറ്റും പരിശോധിക്കുക, വാഹനത്തിലെ എല്ലാ കണ്ണാടിയും നോക്കുക, സിഗ്നൽ നൽകുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. 17. ഈ സ്ഥലങ്ങളിൽ ഏതാണ് നിങ്ങൾ പാർക്ക് ചെയ്യാൻ കാത്തിരിക്കാനോ പാടില്ലാത്തത്? ഒരു ബസ് സ്റ്റോപ്പ്, ഒരു ട്രാഫിക് ഐലൻഡ് സമീപം, മറ്റൊരാളുടെ ഗേറ്റിന് മുമ്പിൽ, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം മുകളിൽ പറഞ്ഞവയെല്ലാം. പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളിടത്തൊന്നും നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഒരു 70% ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവയിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? ഒരു സ്കൂൾ പ്രവേശന കവാടത്തിന് സമീപം, ഒരു പാലത്തിന് മുകളിൽ, ഒരു ക്യാരേജ് വേയിൽ, മുകളിൽ പറഞ്ഞവയല്ല. 19. വാഹനം പുറകോട്ടെടുക്കാൻ പാടില്ലാത്ത സ്ഥലം ഏതാണ്? തിരക്കേറിയ റോഡ്, വൺ വേ റോഡ്, ഒരു റൗണ്ട് അബൌട്ട്, മുകളിൽ പറഞ്ഞവയെല്ലാം. 4. ഈ ഒരു 3 സ്ഥലത്തും നിങ്ങൾ റിവേഴ്സ് എടുക്കാൻ പാടില്ല നമ്മുടെ വാഹനം. അങ്ങനെ 30ാമത്തെ ലെവലിലെ 20ാമത്തെ ചോദ്യം. നിങ്ങളുടെ വാഹനം റിവേഴ്സ് ചെയ്യുന്നത് സുരക്ഷിതമാണെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: ഹോൺ മുഴക്കുക, നിങ്ങളുടെ എൻജിൻ ഇരപ്പിക്കുക, പുറത്തിറങ്ങി പരിശോധിക്കുക, പതുക്കെ റിവേഴ്സ് ചെയ്യുക. നിങ്ങൾക്ക് കണ്ണാടിയൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്കൊരു ഉറപ്പില്ല റിവേഴ്സ് ചെയ്യുന്നത് സുരക്ഷിതമാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തിറങ്ങിയിട്ട് തന്നെ പരിശോധിക്കണം. ഇത് 4 വീലറിൻ്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പോൾ 2 വീലറിനും 4 വീലറിനും കൂടെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എക്സാം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 വീലറിൻ്റെ 4 വീലറിൻ്റെ കാര്യങ്ങൾ നമ്മൾ എക്സാമിൽ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു ലെവലിലെ 30ാമത്തെ ലെവലിലെ 20 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു. നിങ്ങൾ ഇപ്പോൾ കിട്ടിയതിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്നർത്ഥം. ആ രണ്ടാമത്തേതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കിട്ടിയതും രണ്ടാമത്തെ കിട്ടിയ മാർക്കും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.